പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെയും കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെല്ലിൻ്റെയും ആഭിമുഖ്യത്തിൽ നടത്തുന്ന സുവോളജി ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന ചാപ്റ്ററാണ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 2 പാർട്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആദ്യ പാർട്ട് ദ റീപ്രൊഡക്റ്റീവ് സൈക്കിൾ. ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുട്ടികളെ, നാം ഇന്ന് പഠിക്കാൻ പോകുന്നത് റീപ്രൊഡക്റ്റീവ് സൈക്കിളിനെ കുറിച്ചാണ്. എവരി മാമൽസ് ഹാവ് റീപ്രൊഡക്റ്റീവ് സൈക്കിൾ വിച്ച് ഓപ്പറേറ്റ്സ് സൈമൾട്ടേനിയസ്ലി ഇൻ ദ ഓവറി ആൻഡ് യൂട്രസ്. സസ്തനികളുടെ അണ്ഡാശയത്തിലും ഗർഭപാത്രത്തിലും ഒരേ സമയം നടക്കുന്ന ചാക്രീയ പ്രവർത്തനങ്ങളാണ് റീപ്രൊഡക്റ്റീവ് സൈക്കിൾസ്. നമുക്കറിയാം, സസ്തനികളിൽ 2 റീപ്രൊഡക്റ്റീവ് സൈക്കിൾസ് ഉണ്ട്. ഒന്ന് ഈസ്ട്രസ് സൈക്കിൾ. ഈസ്ട്രസ് സൈക്കിൾ is the reproductive cycle found in non-primate females. 2. Menstrual cycle. Menstrual cycle is the reproductive cycle found in primate females. ഇവ നാം ആൾറെഡി പഠിച്ചതാണ്. മനുഷ്യർ പ്രൈമേറ്റ്സ് ആണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് മനുഷ്യരിലെ റീപ്രൊഡക്റ്റീവ് സൈക്കിൾസ് ഏതായിരിക്കും? അതെ, മെൻസ്ട്രുവൽ സൈക്കിൾ. ദ മെൻസ്ട്രുവൽ സൈക്കിൾ. ഇനി നമുക്ക് എന്താണ് മെൻസ്ട്രുവൽ സൈക്കിൾ എന്ന് പഠിക്കാം. മെൻസ്ട്രുവൽ സൈക്കിൾ ഈസ് ദ റീപ്രൊഡക്റ്റീവ് സൈക്കിൾ ഫൗണ്ട് ഇൻ ഫീമെയിൽ പ്രൈമേറ്റ്സ്. ദ ഫീമെയിൽ പ്രൈമേറ്റ്സ് ഇൻക്ലൂഡ് monkeys, apes ആൻഡ് ഹ്യൂമൻ. ഫീമെയിൽ പ്രൈമേറ്റ്സ് ആയ കുരങ്ങുകളിലും മനുഷ്യരിലും കാണുന്ന പ്രത്യുൽപാദന ചക്രമാണ് ആർത്തവ ചക്രം. It is the cyclic events simultaneously occur in the ovary and uterus, starting from one menstruation till the next one. ഈ ആർത്തവ ചക്രത്തിലെ ചാക്രീയ ഘട്ടങ്ങൾ ഒരേ സമയം അണ്ഡാശയത്തിലും ഗർഭപാത്രത്തിലും നടക്കുന്നു. In human females, normally the menstrual cycle is repeated at an average interval of about 28 or 29 days. സ്ത്രീകളിൽ ആർത്തവചക്രം 28 അല്ലെങ്കിൽ 29 ദിവസം കൂടുന്തോറും നടക്കുന്നു. ഇനി ആ ടേബിൾ ശ്രദ്ധിക്കുക. അവിടെ മെൻസ്ട്രുവൽ സൈക്കിളിലെ 4 പ്രധാനപ്പെട്ട ഘട്ടങ്ങളെ സൂചിപ്പിച്ചിരിക്കുന്നു. ഈ 4 ഘട്ടങ്ങൾ ഏതൊക്കെ ദിവസങ്ങളിൽ നടക്കുന്നുവെന്നും അവയുടെ ദൈർഘ്യം എത്രയെന്നും അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ശ്രദ്ധിക്കുക. ഈ ഘട്ടങ്ങളെക്കുറിച്ച് ഇനി നമുക്ക് ഡീറ്റെയിൽഡായി പഠിക്കാം. ദ മെൻസ്ട്രുവേഷൻ ഫേസസ് അഥവാ ആർത്തവ ഘട്ടങ്ങൾ. ദ മെൻസ്ട്രുവേഷൻ ഫേസസ് ഇൻക്ലൂഡ് 3 മേജർ ഫേസസ്: മെനാർക്ക്, മെൻസ്ട്രുവേഷൻ ആൻഡ് മെനോപോസ്. ഇനി ഇവ ഓരോന്നും എന്താണെന്ന് വിശദമായി പഠിക്കാം. മെനാർക്ക്. It is the first menstruation that begins at puberty. പ്രായപൂർത്തിയാകുന്നതോടുകൂടി ആദ്യ ആർത്തവം ആരംഭിക്കുന്നതിനെ ആർത്തവാരംഭം അഥവാ മെനാർക്ക് എന്ന് പറയുന്നു. മെനോപോസ്. It is the stopping of menstrual cycle. In humans, menstruation completely stops around 50 years of age. ആർത്തവ വിരാമം. സ്ത്രീകളിൽ 50 വയസ്സോടുകൂടി ആർത്തവം പൂർണ്ണമായി നിലയ്ക്കുന്നു. ഇതിനെ ആർത്തവ വിരാമം എന്ന് പറയുന്നു. മെൻസ്ട്രുവേഷൻ. ഇറ്റ് ഈസ് ദ സൈക്ലിക് ഇവൻറ്റ്സ് ദാറ്റ് സൈമൾട്ടേനിയസ്ലി ഒക്കർ ഇൻ ദ ഓവറി ആൻഡ് യൂട്രസ് ബിറ്റ്വീൻ മെനാർക്ക് ആൻഡ് മെനോപോസ്. ആർത്തവാരംഭത്തിനും ആർത്തവ വിരാമത്തിനും ഇടയിലായി അണ്ഡാശയത്തിലും ഗർഭപാത്രത്തിലും നടക്കുന്ന തുടർച്ചയായ ചാക്രീയ ഘട്ടങ്ങളെ മെൻസ്ട്രുവേഷൻ അഥവാ ആർത്തവമെന്ന് പറയുന്നു. ദ സൈക്ലിക് മെൻസ്ട്രുവേഷൻ ഈസ് എൻ ഇൻഡിക്കേറ്റർ ഓഫ് നോർമൽ റീപ്രൊഡക്റ്റീവ് ഫേസ് ആൻഡ് ഇറ്റ് എക്സ്റ്റെൻഡ്സ് ബിറ്റ്വീൻ മെനാർക്ക് ആൻഡ് മെനോപോസ്. ആർത്തവം സ്ത്രീകളിലെ സാധാരണ പ്രത്യുൽപാദന ഘട്ടങ്ങളുടെ ഒരു സൂചകമാണ്. ഇത് ആർത്തവാരംഭം മുതൽ ആർത്തവ വിരാമം വരെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇനി ആ ചാർട്ട് ശ്രദ്ധിക്കൂ. മെൻസ്ട്രുവൽ ഫേസസിലെ 3 പ്രധാന ഘട്ടങ്ങളെ അവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. മെനാർക്ക് 11-12 വയസ്സോടുകൂടി ആരംഭിക്കുന്നു. മെൻസ്ട്രുവേഷൻ
12 മുതൽ 50 വയസ്സ് വരെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഏകദേശം 50 വയസ്സോടുകൂടി മെൻസ്ട്രുവേഷൻ പൂർണ്ണമായി നിലയ്ക്കുന്നു. ഇതിനെ മെനോപോസ് എന്ന് പറയുന്നു. ദ മേജർ ഇവൻറ്റ്സ് ഓഫ് മെൻസ്ട്രുവൽ സൈക്കിൾ. ആർത്തവ ചക്രത്തിലെ പ്രധാന ഇവൻറ്റ്സിനെ കുറിച്ച് പഠിക്കാം. ദ മെൻസ്ട്രുവൽ സൈക്കിൾ ഹാസ് 2 മേജർ ഇവൻറ്റ്സ്. 1. Ovarian events. 2. Uterine events. The ovarian events are series of cyclic changes occur in the ovary. Uterine events are a series of cyclic changes occur in the endometrial lining of the uterus. അതായത് ഒവേറിയൻ ഇവൻസ് എന്ന് പറയുന്നത് ഓവറിയിൽ നടക്കുന്ന ചാക്രീയ മാറ്റങ്ങളും യൂട്രീൻ ഇവൻസ് എന്ന് പറയുന്നത് ഗർഭപാത്രത്തിലെ ആന്തരിക ആവരണമായ എൻഡോമെട്രിയത്തിൽ നടക്കുന്ന മാറ്റങ്ങളും ആണ്. ഇനി ആ ടേബിൾ ശ്രദ്ധിക്കുക. മെൻസ്ട്രുവൽ സൈക്കിളിലെ 2 ഇവൻസായ ഒവേറിയൻ ഇവൻസിൻ്റെയും യൂട്രീൻ ഇവൻസിൻ്റെയും വ്യത്യസ്ത ഫേസുകളെ അവിടെ പ്രതിപാദിച്ചിരിക്കുന്നു. ഒവേറിയൻ ഇവൻസിന് 3 ഫേസുകളാണ് ഉള്ളത്. 1. ഫോളിക്കുലാർ ഫേസ്. 2. ഓവുലേറ്ററി ഫേസ്. 3. ലൂട്ടിയൽ ഫേസ്. അതുപോലെ യൂട്രീൻ ഇവൻസിന് 3 ഫേസുകൾ ഉണ്ട്. 1. മെൻസ്ട്രുവൽ ഫേസ്. 2. പ്രോളിഫറേറ്റീവ് ഫേസ്. 3. സെക്രീറ്ററി ഫേസ്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഈ ഫേസുകൾ എല്ലാം നടക്കുന്നത് അണ്ഡാശയത്തിലും ഗർഭപാത്രത്തിലും ഏകദേശം ഒരേ സമയത്താണ്. അതായത് നമ്മൾ പഠിച്ചല്ലോ, മെൻസ്ട്രുവൽ സൈക്കിൾ ഈസ് എ സീരീസ് ഓഫ് സൈക്കിൾ ദാറ്റ് ഒക്കർ സൈമൾട്ടേനിയസ്ലി ഇൻ ദ ഓവറി ആൻഡ് യൂട്രസ്. സോ ഓവറിയിൽ ഫോളിക്കുലാർ ഫേസ് നടക്കുന്ന അതേ സമയത്ത് തന്നെ യൂട്രസിൽ പ്രോളിഫറേറ്റീവ് ഫേസും നടക്കുന്നു. അതുപോലെ ഓവറിയിൽ ലൂട്ടിയൽ ഫേസ് നടക്കുന്ന അതേ സമയത്താണ് യൂട്രസിൽ സെക്രീറ്ററി ഫേസ് നടക്കുന്നത്. മെൻസ്ട്രുവൽ ഫേസ് ഒരു യൂട്രീൻ സൈക്കിളാണ്. അതുപോലെ ഓവുലേറ്ററി ഫേസ് ഒരു ഒവേറിയൻ സൈക്കിളും ആണ്. ഇവ രണ്ടും നടക്കുന്നത് വ്യത്യസ്ത സമയങ്ങളിൽ അല്ലെങ്കിൽ വ്യത്യസ്ത ദിവസങ്ങളിൽ ആണ്. അതായത് മെൻസ്ട്രുവൽ ഫേസ് നടക്കുന്നത് മെൻസ്ട്രുവൽ സൈക്കിളിൻ്റെ 1 മുതൽ 5 വരെയുള്ള ദിവസങ്ങളിലാണ്. ഓവുലേറ്ററി ഫേസ് നടക്കുന്നത് മെൻസ്ട്രുവൽ സൈക്കിളിൻ്റെ 14th ഡേയിലാണ്, അതായത് 14ാമത്തെ ദിവസത്തിലാണ്. ഇനി ആ ആരോ ചാർട്ട് നോക്കി ഈ ഫേസുകളുടെ ഡ്യൂറേഷൻ കൂടി മനസ്സിലാക്കുക. Now we can study the various phases of menstrual cycle in detail. ഇനി നമുക്ക് ആർത്തവ ചക്രത്തിലെ വ്യത്യസ്ത ഘട്ടങ്ങളെക്കുറിച്ച് വിശദമായി പഠിക്കാം. 1. The menstrual phase, which is also known as bleeding phase. മലയാളത്തിൽ ഇതിനെ ആർത്തവ ഘട്ടമെന്ന് പറയുന്നു. നമ്മൾ അണ്ഡോൽപാദനം അഥവാ ഓവുലേഷൻ എന്താണെന്ന് ആൾറെഡി പഠിച്ചതാണ്. വാട്ട് ഈസ് ഓവുലേഷൻ? എന്താണ് അണ്ഡോൽപാദനം? യെസ്, ഓവുലേഷൻ ഈസ് ദ റിലീസ് ഓഫ് ഓവം ഓർ സെക്കൻഡറി oocyte ഫ്രം ദ റപ്ചേർഡ് mature Graafian follicle. Later, this ruptured Graafian follicle transformed into another endocrine gland called corpus luteum. The corpus luteum secretes progesterone. All these points we learned previously, so keep them in mind. If the released ovum is not fertilized, then corpus luteum degenerates. So the progesterone level suddenly decreases.
This sudden lowering of progesterone level leads to the breakdown of endometrial lining and uterine blood vessels because progesterone is necessary to maintain endometrium. Due to the breakdown of blood vessels in uterus, blood comes out through vagina as liquid. This is called bleeding. This bleeding lasts for 3 to 5 days. അതായത് ഓവുലേഷനിലൂടെ സ്വതന്ത്രമായ അണ്ഡത്തിൽ ബീജസംയോഗം നടന്നില്ലെങ്കിൽ കോർപ്പസ് ലൂട്ടിയം നശിക്കാൻ തുടങ്ങുന്നു. അതിനാൽ പ്രൊജസ്ട്രോൺ ലെവൽ പെട്ടെന്ന് താഴുന്നു. പ്രൊജസ്ട്രോൺ ലെവലിൻ്റെ ഈ പെട്ടെന്നുള്ള കുറവ് എൻഡോമെട്രിയം ബ്രേക്ക് ഡൗണിനും ഗർഭപാത്രത്തിലെ എൻഡോമെട്രിയത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നതിനും ഇടയാക്കുന്നു. ഇതിലൂടെ പുറത്തുവരുന്ന രക്തം യോനിയിലൂടെ പുറത്തേക്ക് പോകുന്നു. ഈ ബ്ലീഡിംഗ് 3 to 5 days വരെ നീണ്ടു നിൽക്കും. The lack of menstruation may indicate pregnancy or may also cause due to stress, poor health, etc. ആർത്തവം നടക്കാതിരിക്കുന്നത് ഗർഭധാരണത്തിൻ്റെയോ മാനസിക സമ്മർദ്ദത്തിൻ്റെയോ ആരോഗ്യമില്ലായ്മയുടെയോ ലക്ഷണങ്ങൾ ആകാം. ചിത്രം ശ്രദ്ധിക്കുക. എൻഡോമെട്രിയം ബ്രേക്ക് ചെയ്ത് വജൈനയിലൂടെ ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത് കാണാം. ഇതാണ് മെൻസ്ട്രുവൽ ഫേസ്. കുട്ടികളെ, ഇനി നമുക്ക് മെൻസ്ട്രുവൽ സൈക്കിളിലെ രണ്ടാമത്തെ ഘട്ടമായ ഫോളിക്കുലാർ ഫേസ് അഥവാ പ്രോളിഫറേറ്റീവ് ഫേസ് എന്താണെന്ന് പഠിക്കാം. The menstrual phase is followed by follicular phase or proliferative phase. അതായത് ആർത്തവ ഘട്ടത്തിന് തുടർച്ചയായി നടക്കുന്ന ഘട്ടമാണ് ഫോളിക്കുലാർ ഫേസ് അഥവാ പ്രോളിഫറേറ്റീവ് ഫേസ്. ഫോളിക്കുലാർ ഫേസ് അണ്ഡാശയത്തിൽ നടക്കുന്ന ഘട്ടവും അതേസമയം തന്നെ പ്രോളിഫറേറ്റീവ് ഫേസ് ഗർഭപാത്രത്തിൽ നടക്കുന്ന ഘട്ടവും ആണെന്ന് നാം പഠിച്ചല്ലോ. ഈ രണ്ട് ഘട്ടങ്ങളും നിയന്ത്രിക്കുന്നത് നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റം ആണ്. ഇത് എങ്ങനെയെന്ന് നോക്കാം. നിങ്ങൾക്കറിയാം, ഹൈപ്പോതലാമസ് പ്യൂബർട്ടി പീരീഡിൽ അല്ലെങ്കിൽ സെക്ഷൽ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുന്ന സമയത്ത് ഒരു റിലീസിംഗ് ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കുന്നു. എന്താണ് അതിൻ്റെ പേര്? അതെ, ഗൊണാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ അഥവാ GnRH. ഈ ഗൊണാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ലോബിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. തുടർന്ന് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് 2 ഗൊണാഡോട്രോപ്പിൻസിനെ ഉൽപ്പാദിപ്പിക്കുന്നു. അവയുടെ പേരറിയാമോ? അതെ, ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അഥവാ FSHും ലൂട്ടിനൈസിംഗ് ഹോർമോൺ അഥവാ LHും. The follicle stimulating hormone stimulates the growth of oocyte and development of primary follicles. These primary follicles grow into fully mature Graafian follicles. So this phase is called follicular phase. അതായത് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഊസൈറ്റിൻ്റെ വളർച്ചയ്ക്കും കൂടാതെ പ്രൈമറി ഫോളിക്കിൾസിൻ്റെ വികാസത്തിനും തുടർന്ന് അവ വളർന്ന് മെച്വർ ഫോളിക്കിളായ ഗ്രാഫിയൻ ഫോളിക്കിളായി മാറാനും സഹായിക്കുന്നു. അതുകൊണ്ട് ഈ ഘട്ടത്തിനെ ഫോളിക്കുലാർ ഫേസ് എന്ന് പറയുന്നു. The Graafian follicle secretes estrogen because Graafian follicle is an endocrine gland. The estrogen regenerates endometrium of the uterus through proliferation. This is called proliferative phase. അതായത് ഗ്രാഫിയൻ ഫോളിക്കിൾ ഈസ്ട്രോജനെ ഉൽപ്പാദിപ്പിക്കുന്നു. കാരണം ഗ്രാഫിയൻ ഫോളിക്കിൾ അണ്ഡാശയത്തിലെ ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡായി പ്രവർത്തിക്കുന്നു. ഫീമെയിൽ സെക്സ് ഹോർമോണായ ഈസ്ട്രോജൻ ഗർഭപാത്രത്തിലെ ആവരണമായ എൻഡോമെട്രിയത്തിൻ്റെ പുനരുജ്ജീവനത്തിനും ഗർഭപാത്രത്തിലെ അതിൻ്റെ വ്യാപിക്കലിനും സഹായിക്കുന്നു. അതിനാൽ ഈ ഘട്ടത്തിനെ പ്രോളിഫറേറ്റീവ് ഫേസ് എന്ന് പറയുന്നു. So, both follicular phase and proliferative phase are simultaneously occur in ovary and uterus respectively. അതുകൊണ്ട് ഫോളിക്കുലാർ ഫേസും പ്രോളിഫറേറ്റീവ് ഫേസും യഥാക്രമം അണ്ഡാശയത്തിലും ഗർഭപാത്രത്തിലും ഒരേ സമയം നടക്കുന്ന 2 ഘട്ടങ്ങളാണ്. So, all these changes in ovary and uterus are induced collectively by LH, FSH and estrogen. So, at this phase, LH, FSH and estrogen levels increases gradually. ഗർഭപാത്രത്തിലെയും അണ്ഡാശയത്തിലെയും ഈ മാറ്റങ്ങൾക്ക് എല്ലാം പ്രേരിപ്പിക്കുന്നത് LHും FSHും ഈസ്ട്രോജനും ആണ്. അതുകൊണ്ട് ഈ ഹോർമോണുകളുടെ അളവ് ഈ ഘട്ടത്തിൽ ക്രമേണ കൂടി വരുന്നു. ഇനി ആ ചിത്രം ശ്രദ്ധിക്കൂ.
അവിടെ നിങ്ങൾക്ക് അണ്ഡാശയത്തിൽ ഗ്രാഫിയൻ ഫോളിക്കിൾ ഡെവലപ്പ് ചെയ്തു വരുന്നതും യൂട്രസിൽ എൻഡോമെട്രിയം ഡെവലപ്പ് ചെയ്തു വരുന്നതും കാണാം. ഇനി നമുക്ക് മെൻസ്ട്രുവൽ സൈക്കിളിലെ മൂന്നാമത്തെ ഘട്ടമായ ഓവുലേറ്ററി ഫേസ് എന്താണെന്ന് പഠിക്കാം. ദ ഓവുലേറ്ററി ഫേസ് അഥവാ അണ്ഡോൽപാദന ഘട്ടം. ദ ഓവുലേറ്ററി ഫേസ് ഈസ് ദ മിഡിൽ ഓഫ് ദ സൈക്കിൾ, ദാറ്റ് ഈസ് അബൌട്ട് 14th day of the menstrual cycle, where both LH and FSH attain a peak level. അതായത് ആർത്തവ ചക്രത്തിലെ ഏകദേശം 14ാം ദിവസത്തോടു കൂടി ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിൻ്റെയും ലൂട്ടിനൈസിംഗ് ഹോർമോണിൻ്റെയും അളവ് ഏറ്റവും കൂടിയ ലെവലിൽ എത്തുന്നു. ദിസ് റാപ്പിഡ് സെക്രീഷൻ ഓഫ് ലൂട്ടിനൈസിംഗ് ഹോർമോൺ by pituitary gland is called LH surge. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ അതിവേഗത്തിലുള്ള ലൂട്ടിനൈസിംഗ് ഹോർമോണിൻ്റെ ഈ സെക്രീഷനെ LH surge എന്ന് പറയുന്നു. ദിസ് LH surge ഇൻഡ്യൂസസ് ദ റപ്ചർ ഓഫ് ഗ്രാഫിയൻ ഫോളിക്കിൾ. അതായത് ലൂട്ടിനൈസിംഗ് ഹോർമോണിൻ്റെ ഈ വേഗത്തിലുള്ള കുതിപ്പ് ഗ്രാഫിയൻ ഫോളിക്കിളിൻ്റെ പിളർപ്പിന് കാരണമാക്കുന്നു. The rupturing of Graafian follicle results in ovulation. ഈ ഗ്രാഫിയൻ ഫോളിക്കിളിലെ പിളർപ്പ് ഓവുലേഷന് കാരണമാക്കുന്നു. Ovulation is the release of ovum or secondary oocyte from the Graafian follicle on 14th day. So this phase is called ovulatory phase. ഇങ്ങനെ ഗ്രാഫിയൻ ഫോളിക്കിൾ പിളർന്ന സെക്കൻഡറി oocyte പുറത്തു വരുന്നതിനെ ഓവുലേഷൻ എന്ന് പറയുന്നു. ആ അണ്ഡോൽപാദനം ഈ ഫേസിൽ നടക്കുന്നതിനാൽ ഇതിനെ ഓവുലേറ്ററി ഫേസ് അഥവാ അണ്ഡോൽപാദന ഘട്ടമെന്ന് പറയുന്നു. ഇനി ആ ചിത്രം ശ്രദ്ധിക്കുക. അവിടെ ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്ത് ഒരു സെക്കൻഡറി oocyte ഓവിഡക്റ്റിലേക്ക് പ്രവേശിക്കുന്നത് കാണാം. അതുകൂടാതെ യൂട്രസിൽ എൻഡോമെട്രിയത്തിൻ്റെ തിക്നെസ് കൂടി വരുന്നതും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് മെൻസ്ട്രുവൽ സൈക്കിളിലെ നാലാമത്തെ ഘട്ടമായ സെക്രട്ടറി ഫേസ് അഥവാ ലൂട്ടിയൽ ഫേസ് എന്താണെന്ന് പഠിക്കാം. ദ റപ്ചേർഡ് ഗ്രാഫിയൻ ഫോളിക്കിൾ ട്രാൻസ്ഫോംഡ് ഇൻറ്റു ആൻ യെല്ലോ എൻഡോക്രൈൻ ഗ്ലാൻഡ് കോൾഡ് കോർപ്പസ് ലൂട്ടിയം. സോ ദിസ് ഫേസ് ഈസ് കോൾഡ് ലൂട്ടിയൽ ഫേസ്. അതായത് പിളർന്ന ഗ്രാഫിയൻ ഫോളിക്കിൾ പരിവർത്തനം സംഭവിച്ച് മറ്റൊരു അന്തസ്രാവി ഗ്രന്ഥിയായ കോർപ്പസ് ലൂട്ടിയമായി മാറുന്നു. അതുകൊണ്ട് ഈ ഘട്ടത്തിന് ലൂട്ടിയൽ ഫേസ് എന്ന് പറയുന്നു. The corpus luteum secretes large amount of progesterone. കോർപ്പസ് ലൂട്ടിയം പ്രൊജസ്ട്രോൺ ഹോർമോണിനെ ഉയർന്ന അളവിൽ ഉൽപ്പാദിപ്പിക്കുന്നു. The progesterone is essential for the maintenance of endometrium. എൻഡോമെട്രിയത്തിൻ്റെ അല്ലെങ്കിൽ വളരുന്ന കട്ടികൂടി വരുന്ന എൻഡോമെട്രിയത്തിനെ അങ്ങനെ തന്നെ നിലനിർത്താൻ പ്രൊജസ്ട്രോൺ അത്യാവശ്യമാണ്. The endometrium almost finishes its growth and secretes few chemical messengers like prostaglandins, which regulates its function. So, this phase is called secretory phase. അതായത് പ്രൊജസ്ട്രോണിൻ്റെ സഹായത്താൽ എൻഡോമെട്രിയം വളർച്ച പൂർത്തിയാക്കുന്നു. എൻഡോമെട്രിയത്തിലെ ഗ്രന്ഥികളായ യൂട്രിൻ ഗ്ലാൻഡ്സ് ചില കെമിക്കൽ മെസ്സഞ്ചേഴ്സായ പ്രോസ്റ്റാഗ്ലാൻഡിൻസിനെ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് എൻഡോമെട്രിയത്തിൻ്റെ ഫങ്ഷനിങ്ങിന് അല്ലെങ്കിൽ പ്രവർത്തനത്തിനെ സഹായിക്കുന്നു. അതുകൊണ്ട് ഈ ഘട്ടത്തിനെ സെക്രട്ടറി ഫേസ് എന്ന് പറയുന്നു. The endometrium is necessary for implantation of the fertilized ovum and other events of pregnancy. ബീജസംയോഗം നടന്ന അണ്ഡം ഒട്ടിപ്പിടിക്കുന്നതിനും തുടർച്ചയായ ഗർഭധാരണ ഘട്ടങ്ങളിലെ ഭ്രൂണവളർച്ച നടക്കുന്നതും എൻഡോമെട്രിയത്തിൽ ആണ്. If fertilization occur that leads to pregnancy, so the whole menstrual cycle stops temporarily. ഇങ്ങനെ ബീജസംയോഗം നടന്നാൽ അത് ഗർഭധാരണത്തിൽ കലാശിച്ചാൽ ആർത്തവചക്രം താൽക്കാലികമായി നിലയ്ക്കുന്നു. If fertilization does not occur, the corpus luteum will degenerates around 28th day of the menstrual cycle. So, progesterone level suddenly decreases. This causes the disintegration of the endometrium. ഇനി ബീജസംയോഗം നടന്നില്ല എങ്കിൽ ആർത്തവ ചക്രത്തിൻ്റെ 28ാം ദിവസത്തോടെ കോർപ്പസ് ലൂട്ടിയം നശിക്കാൻ തുടങ്ങുന്നു. ഇത് പ്രൊജസ്ട്രോൺ ലെവൽ പെട്ടെന്ന് കുറയാൻ ഇടയാക്കുന്നു. തൽഫലമായി എൻഡോമെട്രിയം നശിക്കുന്നു.
It leads to the next or new menstrual cycle. ഇത് അടുത്ത ആർത്തവ ചക്രത്തിന് തുടക്കമിടുന്നു. ആ ചിത്രം ശ്രദ്ധിക്കുക. ആ ചിത്രത്തിൽ ഒരു അൺഫെർട്ടിലൈസ്ഡ് എഗ്ഗ് യൂട്രസിലൂടെ പുറത്തേക്ക് വരുന്നത് കാണാം. ഇനി ഈ എഗ്ഗിൽ ഫെർട്ടിലൈസേഷൻ നടന്നാൽ അത് എംബ്രിയോ ആയി മാറുന്നു. തുടർന്ന് അത് എൻഡോമെട്രിയത്തിൽ പറ്റിപ്പിടിച്ചിരുന്ന് വളരാൻ തുടങ്ങുന്നു. തുടർന്നുള്ള മെൻസ്ട്രുവൽ സൈക്കിൾസും അല്ലെങ്കിൽ ആർത്തവ ചക്രവും സ്റ്റോപ്പ് അല്ലെങ്കിൽ താൽക്കാലികമായി നിൽക്കുന്നു. ആൻ ഓവർവ്യൂ ഓഫ് ദ മെൻസ്ട്രുവൽ സൈക്കിൾ. മെൻസ്ട്രുവൽ സൈക്കിളിലെ 4 പ്രധാന ഫേസുകളെക്കുറിച്ച് നമ്മൾ വിശദമായി പഠിച്ചല്ലോ. ഇനി ഈ ഫേസുകൾ വളരെ ഈസിയായി എങ്ങനെ പഠിക്കാം എന്ന് നോക്കാം. നിങ്ങൾ ആ ചാർട്ട് ശ്രദ്ധിക്കുക. മെൻസ്ട്രുവൽ ഫേസ് അഥവാ ബ്ലീഡിംഗ് ഫേസ്. ഇഫ് ദ ഓവം ഈസ് നോട്ട് ഫെർട്ടിലൈസ്ഡ്, then corpus luteum will degenerates. So progesterone level suddenly decreases. This leads to the breakdown of endometrium and uterine blood vessels. As a result of this breakdown, blood comes out through vagina. This is called menstrual flow of blood. Second phase, follicular phase or proliferative phase. The pituitary gland releases 2 gonadotropins, FSH and LH. FSH stimulates the formation of Graafian follicles. The Graafian follicles secretes estrogen. Estrogen regenerates endometrium, which is known as proliferation. So, in this stage, LH, FSH and estrogen level increases gradually. Third phase, ovulatory phase. Rapid secretion of LH by pituitary gland, which is known as LH surge. This LH surge induces a rupture of Graafian follicle. The ruptured Graafian follicle releases ovum. This is called ovulation. So, LH and FSH are at their peak level during this stage, that is ovulatory phase. The last phase is secretory phase or luteal phase. The ruptured Graafian follicle transformed into another endocrine gland called corpus luteum. Corpus luteum secretes progesterone. The progesterone maintains endometrium. The endometrium secretes chemical messengers. The endometrium is necessary for implantation. ഇത് ഈ പറഞ്ഞ ഓരോ ഘട്ടങ്ങളും വിശദമായി പഠിക്കുക. നിങ്ങൾക്ക് എളുപ്പത്തിൽ മെൻസ്ട്രുവൽ സൈക്കിൾ ഈ ചാർട്ടിൻ്റെ സഹായത്താൽ പഠിക്കാൻ സാധിക്കും. Now we can discuss about the role of female sex hormones in the menstrual cycle. അതായത് ആർത്തവ ചക്രത്തിൽ സ്ത്രീ പ്രത്യുൽപാദന ഹോർമോണുകളുടെ ധർമ്മം എന്താണെന്ന് പഠിക്കാം. There are 2 major female sex hormones, estrogen and progesterone. The progesterone, which is commonly known as pregnancy hormone. Progesterone is initially secreted by corpus luteum and later by placenta. It makes fully developed endometrium. It also maintains endometrium. It maintains pregnancy, so progesterone is called pregnancy hormone. Estrogen, which is the major female sex hormone. Estrogen is initially secreted by Graafian follicle of the ovary and later by placenta. Estrogen plays an important role in the development of female secondary sexual characters like breast enlargement, development of body hair, menarche, which is the beginning of menstruation, hip widening, etc. Estrogen involved in the proliferation of ruptured uterine endometrium. Estrogen is essential for supporting the fetal growth, metabolic changes in the mother and maintenance of pregnancy. The total changes in the menstrual cycle. മെൻസ്ട്രുവൽ സൈക്കിളിലെ പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. നിങ്ങളെല്ലാവരും ആ ചാർട്ടും ഗ്രാഫും ശ്രദ്ധയോടെ നിരീക്ഷിക്കുക. മാറ്റങ്ങൾ പ്രധാനമായും നടക്കുന്നത് 4 ലെവൽസിലാണ്. 1. ചേഞ്ചസ് ഇൻ ദ പിറ്റ്യൂട്ടറി ഹോർമോൺ, ദാറ്റ് ഈസ് FSH ആൻഡ് LH ലെവൽ.
which is hormonal change 1. 2. Changes in ovary called ovarian events, അണ്ഡാശയത്തിലെ മാറ്റങ്ങൾ. 3. Changes in ovarian hormone levels, that is estrogen and progesterone levels, which is called hormonal changes 2. 4. Changes in uterus called uterine events, അതായത് ഗർഭപാത്രത്തിലെ മാറ്റങ്ങൾ. ഇവ ഓരോന്ന് നമുക്ക് വിശദമായി പഠിക്കാം. ആദ്യമായി പിറ്റ്യൂട്ടറി ഹോർമോൺ ലെവൽസ്. ആ ഗ്രാഫ് ശ്രദ്ധിക്കുക. മെൻസ്ട്രുവൽ സൈക്കിളിൻ്റെ 5-ാം ദിവസം മുതലുള്ള തുടർന്നുള്ള ദിവസങ്ങളിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും ലൂട്ടിനൈസിംഗ് ഹോർമോണും റിലീസ് ചെയ്യാൻ തുടങ്ങുന്നു. 12-13 ദിവസത്തോടുകൂടി FSHൻ്റെയും LHൻ്റെയും ലെവൽസ് ക്രമേണ കൂടാൻ തുടങ്ങുന്നു. 14th ഡേയോടുകൂടി FSHും LHും അതിൻ്റെ പീക്ക് ലെവലിൽ എത്തുന്നു. LHൻ്റെ മാക്സിമം പ്രൊഡക്ഷനെ LH സർജ് എന്ന് പറയുന്നു. ഈ സമയത്ത് LH പീക്ക് ലെവലിൽ ആയിരിക്കും. തുടർന്ന് ഉള്ള ദിവസങ്ങളിൽ FSHൻ്റെയും LHൻ്റെയും ലെവൽ ക്രമേണ കുറഞ്ഞു വരുന്നു. ആ ഗ്രാഫ് ശ്രദ്ധിക്കുക. 2. ഒവേറിയൻ ഇവൻസ്, അണ്ഡാശയത്തിലെ മാറ്റങ്ങൾ. ചിത്രം ശ്രദ്ധിക്കുക. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിൻ്റെ സഹായത്താൽ പ്രൈമറി ഫോളിക്കിൾസ് സെക്കൻഡറി ഫോളിക്കിൾ ആകുന്നു, സെക്കൻഡറി ഫോളിക്കിൾ ടേർഷറി ഫോളിക്കിൾസ് ആകുന്നു, ടേർഷറി ഫോളിക്കിൾസ് മെച്ചോർ ഫോളിക്കിളായ ഗ്രാഫീൻ ഫോളിക്കിളായി മാറുന്നു. At 14th day, the LH surge will rupture graphene follicle. The ruptured graphene follicle releases ovum. This is called ovulation. 14th ഡേയോടുകൂടി LH ഹോർമോണിലുണ്ടാകുന്ന പെട്ടെന്നുള്ള വർധനവ് ഗ്രാഫിയൻ ഫോളിക്കിളിനെ റപ്ചർ ചെയ്ത് ഓവം റിലീസ് ചെയ്യാൻ സഹായിക്കുന്നു. ഇതിനെ ഓവുലേഷൻ എന്ന് പറയുന്നു. ആഫ്റ്റർ 14th day, the ruptured graphene follicle transformed to another endocrine gland called corpus luteum. Later, corpus luteum regressed and degenerated. ചിത്രത്തിൽ നിന്ന് ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 3. Ovarian hormonal levels, that is estrogen and progesterone level changes. Graphene follicle releases estrogen towards the end of the follicular phase. So estrogen level high during this period. അതായത് ഫോളിക്കുലാർ ഫേസിൻ്റെ അവസാനത്തോടുകൂടി ഗ്രാഫീൻ ഫോളിക്കിൾ ഉണ്ടാവുകയും അത് ഈസ്ട്രജൻ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. അതിനാൽ ഈ സമയത്ത് അല്ലെങ്കിൽ ഈ ഘട്ടത്തിൽ ഈസ്ട്രജൻ ലെവൽ ഹൈ ആയിരിക്കും. The whole ovulatory phase and the most part of the luteal phase or secretory phase, estrogen level is high because estrogen is also necessary for the endometrial thickening along with the progesterone. അതായത് ഓവുലേറ്ററി ഫേസിൻ്റെ മുഴുവനും ലൂട്ടിയൽ ഫേസിൻ്റെ ഭൂരിഭാഗത്തും ഈസ്ട്രജൻ ലെവൽ കൂടുതലായിരിക്കും. കാരണം എൻഡോമെട്രിയം കട്ടികൂടുന്നതിൽ പ്രൊജസ്ട്രോണിനൊപ്പം തന്നെ ഒരു സുപ്രധാന പങ്ക് ഈസ്ട്രജനും വഹിക്കുന്നു. സോ ഈസ്ട്രജൻ ഹാസ് 2 peaks. The corpus luteum secretes progesterone in large amounts during the middle of the luteal phase. കോർപ്പസ് ലൂട്ടിയം പ്രൊജസ്ട്രോൺ ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ ലൂട്ടിയൽ ഫേസിൻ്റെ മധ്യഭാഗത്ത് അല്ലെങ്കിൽ മധ്യ സമയത്ത് പ്രൊജസ്ട്രോൺ ലെവൽ കൂടുതലായിരിക്കും. അറൗണ്ട് 28th day, corpus luteum degenerates to corpus albicans. So progesterone level suddenly falls. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, why progesterone level falls around 28th day of the menstrual cycle?
progesterone level falls around the 28th day of the menstrual cycle because corpus luteum started degenerating during this period. Fourth event, uterine events, changes in the uterus, ഗർഭപാത്രത്തിലെ മാറ്റങ്ങൾ. During follicular phase or proliferative phase, endometrium proliferated by estrogen. During luteal phase or secretory phase, endometrium is fully developed and thickened by progesterone and estrogen. During the menstrual phase, progesterone level suddenly falls, leads to endometrial breakdown and which results in bleeding called menses. ഈ പറഞ്ഞ കാര്യങ്ങൾ ആ തന്നിരിക്കുന്ന ചിത്രങ്ങളുമായി കമ്പയർ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. കുട്ടികളെ, ഇനി ഈ ഗ്രാഫ് ശ്രദ്ധിക്കുക. ആർത്തവ ചക്രത്തിലെ ഡിഫറൻറ്റ് ഹോർമോൺ ലെവൽസിനെ ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നു. നമ്മൾ ഇതുവരെ പഠിച്ച ഇൻഫർമേഷൻസ് വച്ച് അതിനെ ഒന്ന് അനലൈസ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് LH, FSH, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്നീ ഹോർമോണുകളുടെ മാക്സിമം പീക്ക് ലെവൽ എവിടെയാണെന്നും അതിന് കാരണമെന്തെന്നും കണ്ടെത്തി നോട്ടിൽ എഴുതുക. കുട്ടികളെ, ഇനി കുറച്ച് അസൈൻമെൻറ്റ്സ് തരാം. ഇത് നോട്ടിൽ എഴുതാൻ മറക്കരുത്. 1. കമ്പയർ ഈസ്ട്രോ സൈക്കിൾ ആൻഡ് മെൻസ്ട്രുവൽ സൈക്കിൾ. 2. ഡിഫൈൻ മെനാർക് ആൻഡ് menopause. 3. Lack of menstruation may indicate pregnancy. Do you agree? What are the other reasons for the same? 4. What happens to the menstrual cycle? A. If fertilization occur. B. If fertilization not occur. 5. At which stage of the menstrual cycle these hormone levels are at their peak and why? A. FSH. B. LH. C. Estrogen. And D. Progesterone. ഇതുവരെ ക്ലാസ് ശ്രദ്ധയോടെ നിരീക്ഷിച്ച എല്ലാ വിദ്യാർത്ഥിനികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. കുട്ടികളെ, ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ പാർട്ടിലേക്ക് പ്രവേശിക്കാം. ദ ഫെർട്ടിലൈസേഷൻ ആൻഡ് ഇംപ്ലാന്റേഷൻ. ക്ലാസ് ശ്രദ്ധിക്കുക. നമുക്ക് ഈ ക്ലാസ്സിൽ ആദ്യമായി എന്താണ് ഫെർട്ടിലൈസേഷൻ എന്ന് നോക്കാം. ഫെർട്ടിലൈസേഷൻ അഥവാ ബീജസംയോഗം. ദ ഇവൻറ്റ്സ് ഓഫ് ഫെർട്ടിലൈസേഷൻ. ബീജസംയോഗത്തിലെ പ്രധാന ഘട്ടങ്ങൾ. ഇൻസെമിനേഷൻ. ഡ്യൂറിംഗ് കോപ്പുലേഷൻ ഓർ കോയിറ്റസ്, semen is released by the penis into the vagina, which is called insemination. അതായത് കോപ്പുലേഷൻ അഥവാ കോയിറ്റസ് സമയത്ത് ബാഹ്യ പുരുഷ ബീജാവയവമായ പെനിസ് യോനിയിലേക്ക് സെമനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇതിനെ ഇൻസെമിനേഷൻ അഥവാ ബീജസങ്കലനം എന്ന് പറയുന്നു. സി ദ പാത്ത് ഓഫ് സ്പേംസ് ആൻഡ് ഓവം ഡ്യൂറിംഗ് ഫെർട്ടിലൈസേഷൻ. നിങ്ങൾക്ക് അവിടെ കൊടുത്തിരിക്കുന്ന ഫ്ലോ ചാർട്ടിൽ നിന്നും ബീജസംയോഗ സമയത്ത് പുംബീജങ്ങളുടെയും അണ്ഡത്തിൻ്റെയും സഞ്ചാരപാത വിശദമായി മനസ്സിലാക്കാം. During insemination, semen is transferred to vagina by the penis. The millions of sperms in the semen gradually migrates to vagina, then to cervix, to the uterus, and finally reaches isthmus of the oviduct. Simultaneously, an ovum is released from ovary, which is collected by fimbriae, and it moves to infundibulum and reaches ampulla of the oviduct. So, where the fertilization occur? എവിടെയാണ് ബീജസംയോഗം നടക്കുന്നത്? ഇത് വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പോയിന്റാണ്. ബീജസംയോഗം നടക്കുന്നത് ഓവിഡക്റ്റിൻ്റെ ആംബുലറി റീജിയണിലാണ്. അല്ലെങ്കിൽ ഒന്നുകൂടെ ക്ലിയറായി പറഞ്ഞാൽ ആംബുലറി ഇസ്തുമിക് ജംഗ്ഷനിലാണ് ബീജസംയോഗം അഥവാ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. So, fertilization occur at the ambulary region or ambulary isthmic junction of the oviduct. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. All copulations not lead to fertilization and pregnancy. Why?
അതായത് എല്ലാ കോപ്പുലേഷൻസും ബീജസംയോഗത്തിനോ ഗർഭധാരണത്തിനോ ഇടയാക്കുന്നില്ല. കാരണമെന്ത്? ബിക്കോസ് ഫെർട്ടിലൈസേഷൻ ക്യാൻ ഓൺലി ഒക്കർ ഇഫ് the ovum and sperms are transported simultaneously to the ambulatory region or ambulatory isthmic junction. കാരണം അണ്ഡവും പുംബീജങ്ങളും ഒരേ സമയം ആംബുലറി റീജിയണിൽ എത്തിയാൽ മാത്രമേ ബീജസംയോഗം നടക്കുകയുള്ളൂ. ഈ പോയിന്റ് വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കിയിരിക്കുക. ഇനി നമുക്ക് ഫെർട്ടിലൈസേഷൻ അഥവാ ബീജസംയോഗം എന്താണെന്ന് ഡീറ്റെയിൽഡായി പഠിക്കാം. വാട്ട് ഈസ് ഫെർട്ടിലൈസേഷൻ? എന്താണ് ബീജസംയോഗം? ഫെർട്ടിലൈസേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഫ്യൂഷൻ ഓഫ് എ സ്പേം വിത്ത് ആൻ ഓവം വിച്ച് ടേക്സ് പ്ലേസ് ഇൻ ദ ആംബുലറി റീജിയൺ ഓഫ് ദ ഓവിഡക്റ്റ്. ഒരു പുംബീജം അണ്ഡവുമായി സംയോജിക്കുന്നതിനെ ബീജസംയോഗം എന്ന് പറയുന്നു. ഇത് നടക്കുന്നത് ഓവിഡക്റ്റിലെ ആംബുലറി റീജിയണിൽ ആണ്. ഡ്യൂറിംഗ് ഫെർട്ടിലൈസേഷൻ എ സ്പേം ഹെഡ് comes in contact with the zona pellucida layer of the ovum. This induces changes in the membrane that block the entry of additional sperms. So, humans are monospermic because in humans, an ovum is fertilized by a single sperm. This condition is called monospermy. So, humans are monospermic. Now, the hydrolytic secretions of the acrosome help the sperm enter into the cytoplasm of the ovum through the zona pellucida and the plasma membrane. This entry of sperms into the cytoplasm of the ovum induces the completion of the second meiotic division of the haploid nucleus of the secondary oocyte and results in the formation of a haploid small second polar body and a haploid large ovum or ootid. Now, the haploid nucleus of the sperm and that of the ovum fused together to form a diploid zygote. അതായത് ബീജസംയോഗ സമയത്ത് ഒരു പുംബീജത്തിന്റെ ഹെഡ് അണ്ഡത്തിന്റെ ആവരണ സ്ഥലമായ സോണ പെലിസിഡയുമായി സമ്പർക്കത്തിൽ വരുന്നു. ഈ സമ്പർക്കം അഥവാ സ്പർശനം സോണ പെലിസിഡ സ്ഥലത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. ഇത് മറ്റുള്ള പുംബീജങ്ങളുടെ അണ്ഡത്തിലേക്കുള്ള പ്രവേശനത്തിനെ തടയുന്നു. അതുകൊണ്ട് മനുഷ്യർ മോണോസ്പെർമിക്കാണ്. കാരണം മനുഷ്യരിൽ ഒരു പുംബീജത്തിന് മാത്രമേ ഒരു അണ്ഡത്തിനെ ഫെർട്ടിലൈസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ പോയിന്റ് വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കിയിരിക്കുക. അതുകൊണ്ട് മനുഷ്യർ മോണോസ്പെർമിക്കാണ്. തുടർന്ന് പുംബീജത്തിന്റെ അഗ്രവെസിക്കിളായ ആക്രോസോം ചില ജലവിശ്ലേഷണ സ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇതിന്റെ സഹായത്താൽ പുംബീജം സോണ പെലിസിഡ, പ്ലാസ്മ മെംബ്രെയിൻ ഇവയെ തുരന്ന് അണ്ഡത്തിന്റെ സൈറ്റോപ്ലാസത്തിലേക്ക് പ്രവേശിക്കുന്നു. പുംബീജത്തിന്റെ അണ്ഡദ്രവത്തിലേക്കുള്ള ഈ പ്രവേശനം സെക്കൻഡറി ഊസൈറ്റിന്റെ ഹാപ്ലോയിഡ് ന്യൂക്ലിയസിലെ സെക്കൻഡ് മിയോസിസ് പൂർണ്ണമാക്കുന്നു. അങ്ങനെ ഒരു ചെറിയ ഹാപ്ലോയിഡ് സെക്കൻഡ് പോളാർ ബോഡിയും ഒരു വലിയ ഹാപ്ലോയിഡ് ഊറ്റിഡ് അഥവാ ഓവവും ഉണ്ടാകുന്നു. തുടർന്ന് പുംബീജത്തിന്റെ ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് അണ്ഡത്തിന്റെ ഹാപ്ലോയിഡ് ന്യൂക്ലിയസുമായി സംയോജിച്ച് ഒരു ഡിപ്ലോയിഡ് സിക്താണ്ഡം ഉണ്ടാകുന്നു. ആ ചാർട്ട് ശ്രദ്ധിക്കുക. ടെസ്റ്റിസ് സ്പേമിനെ ഉൽപ്പാദിപ്പിക്കുന്നു. അതിൻ്റെ ക്രോമസോം നമ്പർ 23 കാരണം സ്പേം ഹാപ്ലോയിഡ് ആണ്. അതുപോലെ തന്നെ ഓവറി ഓവത്തിനെ ഉൽപ്പാദിപ്പിക്കുന്നു. ക്രോമസോം നമ്പർ 23 കാരണം ഓവം ഹാപ്ലോയിഡ് ആണ്. ഇവ തമ്മിൽ സംയോജിച്ച് സൈഗോട്ട് അഥവാ സിക്താണ്ഡം ഉണ്ടാകുന്നു. അതിൻ്റെ ക്രോമസോം നമ്പർ
ഡിപ്ലോയിഡ് ആണ്, അതായത് 46 ആയിരിക്കും. 23 + 23 = 46. തൊട്ടു താഴെയുള്ള ചിത്രം ശ്രദ്ധിക്കുക. ആദ്യ ചിത്രത്തിൽ ഫെർട്ടിലൈസേഷനെ കാണിച്ചിരിക്കുന്നു. അവിടെ നിങ്ങൾക്ക് വ്യക്തമായി കാണാം ഒരു സ്പേം എഗ്ഗിൻ്റെ ആവരണങ്ങളെ ഭേദിച്ച് സൈറ്റോപ്ലാസത്തിലേക്ക് കടക്കുന്നു. തുടർന്ന് ഫെർട്ടിലൈസേഷൻ നടന്ന് സിക്താണ്ഡം അഥവാ സൈഗോട്ടായി മാറുന്നു. രണ്ടാമത്തെ ചിത്രമാണ് സിക്താണ്ഡം. ഈ രണ്ട് ചിത്രങ്ങളും വിശദമായി നിരീക്ഷിക്കുക. സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ ഹ്യൂമൻ. മനുഷ്യരിൽ സിക്താണ്ഡ ഘട്ടത്തിൽ എങ്ങനെ ലിംഗനിർണയം നടത്താം എന്ന് ഇനി പഠിക്കാം. സി ദ ക്രോമസോം പാറ്റേൺ ഇൻ ഹ്യൂമൻ. മനുഷ്യരിലെ ക്രോമസോം വിന്യാസം ശ്രദ്ധിക്കുക. മനുഷ്യരിൽ 2 തരം ക്രോമസോംസ് ഉണ്ട്. സൊമാറ്റിക് ക്രോമസോംസ് അഥവാ ഓട്ടോസോംസ് വിച്ച് ആർ റെപ്രസെൻറ്റഡ് ബൈ ക്യാപിറ്റൽ എ. 2 സെക്സ് ക്രോമസോംസ് അഥവാ അല്ലോസോംസ് which are 2 types represented by X or Y. മനുഷ്യൻ്റെ ക്രോമസോം നമ്പർ 46 ആണെന്ന് അറിയാമല്ലോ. അതായത് 23 പേർ ഹോമോലോഗസ് ക്രോമസോംസ്. ഇതിൽ 44 എണ്ണം ഓട്ടോസോംസ് അഥവാ സൊമാറ്റിക് ക്രോമസോംസ് ആണ്. ബാക്കി 2 എണ്ണം അല്ലോസോംസ് അഥവാ സെക്സ് ക്രോമസോമും ആണ്. അതുകൊണ്ട് ടോട്ടൽ ക്രോമസോമിൻ്റെ എണ്ണം 44 + 2 46 ആയിരിക്കും. അതുകൊണ്ട് ഹ്യൂമൻ ഫീമെയിൽ ക്രോമസോം പാറ്റേൺ 44 AA + XX = 46 ആയിരിക്കും. അതായത് സ്ത്രീകളിൽ 44 ഓട്ടോസോംസും 2 അല്ലോസോംസായ എക്സ് ക്രോമസോമുകൾ കാണുന്നു. അഡീഷണലായി കാണുന്ന എക്സ് ക്രോമസോമിനെ ബാർ ബോഡി എന്ന് പറയുന്നു. കാരണം ഈ എക്സ് ക്രോമസോം ഇനാക്റ്റീവ് ഹെട്രോക്രോമാറ്റിനാണ്. അതുപോലെ ഹ്യൂമൻ മെയിൽസിൽ ക്രോമസോം സ്റ്റാറ്റസ് ഇങ്ങനെയാണ്: 44 AA + XY. സോ എ ടോട്ടൽ ഓഫ് 46 ക്രോമസോംസ്. അതായത് പുരുഷന്മാരിൽ 44 ഓട്ടോസോംസും 2 സെക്സ് ക്രോമസോംസായ എക്സും വൈയും കാണുന്നു. പുരുഷന്മാരിൽ 1 എക്സ് മാത്രമുള്ളതിനാൽ ബാർ ബോഡി ഇല്ല. ഇനി ആ ചാർട്ട് ശ്രദ്ധിക്കുക. സ്ത്രീകളിൽ ക്രോമസോംസ് റെപ്രസെൻ്റ് ചെയ്യുന്നതും പുരുഷന്മാരിൽ ക്രോമസോംസ് റെപ്രസെൻ്റ് ചെയ്യുന്നതും അവിടെ കാണാം. ആദ്യമായി ഫീമെയിൽ ഊഗോണിയത്തിൻ്റെ ക്രോമസോം സ്റ്റാറ്റസ് ശ്രദ്ധിക്കുക. 44 AA + XX ക്രോമസോംസ്. അതിൽ ആ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന എക്സ് ക്രോമസോം ഒരു ബാർ ബോഡിയാണ്. അതുപോലെ മെയിൽ സ്പെർമറ്റോഗോണിയത്തിൻ്റെ ക്രോമസോം സ്റ്റാറ്റസ് ശ്രദ്ധിക്കുക. 44 AA + XY. അവിടെ ഒരു എക്സ് ക്രോമസോം മാത്രമുള്ളതിനാൽ ബാർ ബോഡി ഇല്ല. ഇതിൽ മിയോസിസ് നടക്കുന്നു. തുടർന്ന് ക്രോമസോം നമ്പർ പകുതിയായി കുറയുന്നു. അങ്ങനെ ഗാമേറ്റ് രൂപം കൊള്ളുന്നു. ഇതുവഴി ഉണ്ടാകുന്ന ഫീമെയിൽ ഗാമേറ്റായ ഓവത്തിൽ 22 ഓട്ടോസോംസും 1 എക്സ് ക്രോമസോമും മാത്രമേ കാണുന്നുള്ളൂ. അതായത് 23 ടോട്ടൽ ക്രോമസോമുകൾ. ഇതിലൂടെ ഉണ്ടാകുന്ന സ്പേമിൽ അല്ലെങ്കിൽ പുംബീജങ്ങളിൽ 2 തരം പുംബീജങ്ങൾ ഉണ്ടാകുന്നു. ഒന്നിൽ 22 ഓട്ടോസോമും 1 എക്സ് ക്രോമസോമും, മറ്റേതിൽ 22 ഓട്ടോസോമും 1 വൈ ക്രോമസോമും കാണുന്നു. ഇതിനെ ഹെറ്ററോഗാമറ്റിക് കണ്ടീഷൻ എന്ന് പറയുന്നു. കാരണം 2 വ്യത്യസ്ത ക്രോമസോം പാറ്റേണിലുള്ള സ്പേംസുകൾ ഉണ്ടാകുന്നു. 22 A + Xും 22 A + Yയും. ഇതിനെ ഹെറ്ററോഗാമറ്റിക് കണ്ടീഷൻ എന്ന് പറയുന്നു. എന്നാൽ ഓവം
എല്ലാ 100% അണ്ഡങ്ങളിലും ക്രോമസോം പാറ്റേൺ 22A+X ആണ്. അതുകൊണ്ട് അത് ഹോമോഗാമറ്റിക് ആണ്. കാരണം ഇതിലുള്ള ഒരു X ക്രോമസോം ബാർബോഡിയാണെന്ന് നാം നേരത്തെ പഠിച്ചല്ലോ. അതിനാൽ 100% ഓവങ്ങളിലും ക്രോമസോം പാറ്റേൺ സെയിം ആണ്, അതായത് 22A+X. എന്നാൽ 50% സ്പേംസിൽ ക്രോമസോം പാറ്റേൺ 22A+Xഉം ബാക്കി 50% ക്രോമസോംസിൽ 22A+Yയും ആയിരിക്കും. അതായത് 50% of sperms carry the X chromosome while the other 50% of the sperms carry Y chromosomes. During fertilization, if the ovum fused with the sperm that carry X chromosome, the zygote will be 44AA plus XX. It will be a female baby. On the other hand, if the ovum is fertilized with a sperm that carry Y chromosome, then the zygote will be 44AA plus XY, which will be a male baby. So, the sex of the baby is determined by father, not by the mother, because male has X and Y chromosomes. So, males are heterogametic. They produce two types of gametes. One gamete with X chromosome and another gamete with the Y chromosome. ആ ചാർട്ട് വിശദമായി പഠിക്കുക. കൂടുതൽ വിവരങ്ങൾ അതിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. കുട്ടികളെ, ഫെർട്ടിലൈസേഷനിലൂടെ ഒരു സൈഗോട്ട് അഥവാ സിക്താണ്ഡം ആംബുലറി ഇസ്തുമിക് ജംഗ്ഷനിൽ ഉണ്ടാകുന്നു. ഈ സൈഗോട്ടിൽ തുടർച്ചയായ ക്ലീവേജ് അഥവാ മൈറ്റോസിസ് നടന്ന് എംബ്രിയോ രൂപം കൊള്ളുന്നു. ഇതിനെ എംബ്രിയോജനസിസ് അഥവാ ഭ്രൂണോൽപാദനം എന്ന് പറയുന്നു. ഇത് എങ്ങനെയെന്ന് ഇനി നമുക്ക് വിശദമായി പഠിക്കാം. The embryogenesis. The zygote in the ambulary isthmic junction gradually moves through the isthmus of the oviduct towards the uterus. During this transport, the mitosis or cleavage of the zygote started. The zygote continuously divide and form 2 to 16 daughter cells. Each daughter cell is called a blastomere. So, 2 to 16 blastomeres are formed. The embryo with 8 to 16 blastomeres is called a morula. The morula continue to divide and transformed into an early blastocyst. The early blastocyst further moves to the uterus. Now, the blastomeres of the blastocyst transformed to form an outer layer called trophoblast and an inner group of cells called inner cell mass or embryoblast. Now, the blastocyst is called late blastocyst. The inner cell mass of the late blastocyst differentiated into an outer layer called ectoderm, a middle layer called mesoderm, and an inner layer called endoderm. Now, the inner cell mass is called multicellular mature embryo or gastrula. The gastrula further developed into a fully developed embryo. ഒരു സിക്താണ്ഡം ഇസ്തുമസിലൂടെ ഗർഭപാത്രത്തിലേക്ക് ചലിക്കുന്നു. അപ്പോൾ സിക്താണ്ഡത്തിൽ ക്രമഭംഗം അഥവാ വിഭജനം ആരംഭിക്കുന്നു. സിക്താണ്ഡം തുടർച്ചയായി വിഭജിച്ച് 2 മുതൽ 16 പുത്രികാകോശങ്ങൾ ഉണ്ടാകുന്നു. ഇതിൽ ഓരോ പുത്രികാകോശത്തിനെ ബ്ലാസ്റ്റോമിയർ എന്നും 2 മുതൽ 16 പുത്രികാകോശങ്ങളെ ബ്ലാസ്റ്റോമിയേഴ്സ് എന്നും പറയുന്നു.
ഇതിൽ 8 മുതൽ 16 ബ്ലാസ്റ്റോമിയേഴ്സ് അടങ്ങുന്ന ഭ്രൂണത്തിനെ മോറുല എന്ന് പറയുന്നു. മോറുല തുടർന്ന് വിഭജിച്ച് എയർലി ബ്ലാസ്റ്റോസിസ്റ്റ് ആയി മാറുന്നു. ഈ എയർലി ബ്ലാസ്റ്റോസിസ്റ്റ് ഗർഭപാത്രത്തിലേക്ക് ചലിക്കുന്നു. ഗർഭപാത്രത്തിൽ വച്ച് ഈ എയർലി ബ്ലാസ്റ്റോസിസ്റ്റിലെ ബ്ലാസ്റ്റോമിയേഴ്സ് ഔട്ടർ ലെയർ ആയ ട്രോഫോബ്ലാസ്റ്റായും ഇന്നർ സെൽ മാസായ എംബ്രിയോബ്ലാസ്റ്റായും മാറുന്നു. ഈ ബ്ലാസ്റ്റോസിസ്റ്റിനെ ലേറ്റ് ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്നു. ബ്ലാസ്റ്റോസിസ്റ്റിലെ ഇന്നർ സെൽ മാസ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ജേം ലെയേഴ്സായ എക്ടോഡേം, മീസോഡേം, എൻഡോഡേം ഇവയായി മാറുന്നു. ഈ സ്റ്റേജിനെ ഗാസ്ട്രുല എന്ന് പറയുന്നു. ഗാസ്ട്രുല വളർന്ന് പൂർണ്ണ വളർച്ചയെത്തിയ എംബ്രിയോ അഥവാ ഭ്രൂണം ആയി മാറുന്നു. ഇനി ആ ചിത്രം ശ്രദ്ധിക്കുക. സൈഗോട്ട് ക്ലീവേജിലൂടെ 2 മുതൽ 16 ഡോട്ടർ സെൽസ് അഥവാ ബ്ലാസ്റ്റോമിയേഴ്സ് ആയി മാറുന്നു. 8 മുതൽ 16 ബ്ലാസ്റ്റോമിയേഴ്സ് ഉള്ള എംബ്രിയോയെ മോറുല എന്ന് പറയുന്നു. മോറുല തുടർന്ന് വിഭജിച്ച് ബ്ലാസ്റ്റോസിസ്റ്റ് ഉണ്ടാകുന്നു. ഇത് ഗർഭപാത്രത്തിൽ എത്തുന്നു. ഗർഭപാത്രത്തിലെത്തിയ ബ്ലാസ്റ്റോസിസ്റ്റിൽ ഔട്ടർ ലെയറായ ട്രോഫോബ്ലാസ്റ്റും ഇന്നർ സെൽമാസായ എംബ്രിയോബ്ലാസ്റ്റും ഉണ്ടാകുന്നു. എംബ്രിയോബ്ലാസ്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ട്രിപ്ലോബ്ലാസ്റ്റിക് എംബ്രിയോ ആയ ഗാസ്ട്രുല ഉണ്ടാകുന്നു. ഗാസ്ട്രുല വളർന്ന് മെച്വർ എംബ്രിയോ ആയി മാറുന്നു. നമ്മൾ ഇപ്പോൾ പഠിച്ച എംബ്രിയോജനസിസിലെ വിവിധ ഘട്ടങ്ങൾ ഫ്ലോ ചാർട്ടിൻ്റെയും പിക്ചറിൻ്റെയും സഹായത്താൽ ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നു. ഇവ രണ്ടും കമ്പയർ ചെയ്ത് നമുക്ക് ഇത് പഠിക്കാൻ ശ്രമിക്കാം. ഓവം അഥവാ എഗ്ഗ് നിങ്ങൾക്കവിടെ കാണാം. ഇതിനെ ഒരു സ്പേം ഫ്യൂസ് ചെയ്യുന്നു. ഇതാണ് ഫെർട്ടിലൈസേഷൻ. അതിനാൽ മനുഷ്യർ മോണോസ്പെർമിക് ആണ്. ചിത്രങ്ങൾ 1, 2 ഇവ കാണുക. അങ്ങനെ സൈഗോട്ട് അഥവാ സിക്താണ്ഡം ഉണ്ടാകുന്നു. ചിത്രം 3 കാണുക. സൈഗോട്ടിലെ ഒരു ന്യൂക്ലിയസ് എഗ്ഗിൻ്റെയും മറ്റേത് സ്പേമിൻ്റെയും ആണ്. തുടർന്ന് സൈഗോട്ട് വിഭജിച്ച് 2 മുതൽ 16 ഡോട്ടർ സെൽസ് അഥവാ ബ്ലാസ്റ്റോമിയേഴ്സ് ഉണ്ടാകുന്നു. ചിത്രം 4, 5 ഇവ ശ്രദ്ധിക്കുക. 8 മുതൽ 16 ബ്ലാസ്റ്റോമിയേഴ്സ് അടങ്ങുന്ന എംബ്രിയോയെ മോറുല എന്ന് പറയുന്നു. ചിത്രം 6, 7 ഇവ കാണുക. മോറുല വിഭജിച്ച് ബ്ലാസ്റ്റോസിസ്റ്റായി മാറുന്നു. ബ്ലാസ്റ്റോസിസ്റ്റ് ഗർഭപാത്രത്തിലേക്ക് പ്രവേശിക്കുന്നു. അവിടെ വെച്ച് ഇതിലെ ബ്ലാസ്റ്റോമിയേഴ്സ് ഔട്ടർ ലെയറായ ട്രോഫോബ്ലാസ്റ്റും ഇന്നർ സെൽമാസായ എംബ്രിയോബ്ലാസ്റ്റും ആയി മാറുന്നു. ഇവയ്ക്കിടയിൽ ഒരു ക്യാവിറ്റി ഉണ്ടാകുന്നു. ഇതാണ് ബ്ലാസ്റ്റോസീൽ. ചിത്രം 8 കാണുക. ലേബലിംഗ് ശ്രദ്ധിക്കുക. ഇന്നർ സെൽമാസ് അഥവാ എംബ്രിയോബ്ലാസ്റ്റ് ട്രാൻസ്ഫോം ചെയ്ത് 3 ജേം ലെയേഴ്സ് ഉണ്ടാകുന്നു. എക്ടോഡേം, മീസോഡേം ആൻഡ് എൻഡോഡേം. ഇതിനെ ഗാസ്ട്രുല എന്ന് പറയുന്നു. ചിത്രം 9 ശ്രദ്ധിക്കുക. ഗാസ്ട്രുല വളർന്ന് എംബ്രിയോ ആയി മാറുന്നു. എംബ്രിയോയെ ചിത്രം 10 നിങ്ങൾക്ക് കാണാം. ഈ ഫ്ലോ ചാർട്ടിൻ്റെയും കറസ്പോണ്ടിങ് ആയ പിക്ചേഴ്സിൻ്റെയും സഹായത്തോടു കൂടി എംബ്രിയോജനസിസ് പഠിക്കാൻ ശ്രമിക്കുക. ഫെർട്ടിലൈസേഷനിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഇവൻ്റായ ഇംപ്ലാന്റേഷൻ എന്താണെന്ന് ഇനി നമുക്ക് പഠിക്കാം. ദ ഇംപ്ലാന്റേഷൻ. ഇൻ ദ യൂട്രസ്, ദ ബ്ലാസ്റ്റോസിസ്റ്റ് hatches out of the zona pellucida. The trophoblast layer of the blastocyst then gets attached to the endometrium of the uterus. ഗർഭപാത്രത്തിൽ ബ്ലാസ്റ്റോസിസ്റ്റ് അതിൻ്റെ ആവരണമായ സോണ പെലിസിഡയിൽ നിന്നും പുറത്തു വരുന്നു. തുടർന്ന് ഔട്ടർ ലെയറായ ട്രോഫോബ്ലാസ്റ്റ്
ഗർഭപാത്രത്തിൻ്റെ എൻഡോമെട്രിയത്തിൽ ഒട്ടിപ്പിടിക്കുന്നു. ആഫ്റ്റർ അറ്റാച്ച്മെൻറ്റ് the uterine cells divide rapidly and covers the blastocyst. As a result, the blastocyst becomes completely embedded in the endometrium of the uterus. This is called implantation. അതായത് ആവരണം വിട്ട് പുറത്തു വരുന്ന ബ്ലാസ്റ്റോസിസ്റ്റ് യൂട്രസിൻ്റെ എൻഡോമെട്രിയത്തിൽ ഒട്ടിപ്പിടിക്കുന്നു. തുടർന്ന് ഗർഭപാത്രത്തിലെ കോശങ്ങൾ തുടർച്ചയായി വിഭജിച്ച് വളർന്ന് ബ്ലാസ്റ്റോസിസ്റ്റിനെ പൂർണ്ണമായി ആവരണം ചെയ്യുന്നു. അങ്ങനെ ബ്ലാസ്റ്റോസിസ്റ്റ് എൻഡോമെട്രിയത്തിന് ഉള്ളിൽ ഉറപ്പിക്കപ്പെടുന്നു. ഇതാണ് ഇംപ്ലാന്റേഷൻ. ദ ഇംപ്ലാന്റേഷൻ ലീഡ്സ് ടു പ്രഗ്നൻസി. ഇംപ്ലാന്റേഷൻ ഗർഭധാരണത്തിലേക്ക് നയിക്കുന്നു. ആ ചിത്രം കാണുക. അവിടെ ഓവം ഒരു സ്പേമുമായി സംയോജിച്ച് സിക്താണ്ഡം ഉണ്ടാകുന്നതും തുടർന്ന് ആ സിക്താണ്ഡം വിഭജിച്ച് ബ്ലാസ്റ്റോമിയേഴ്സായി മാറുന്നതും അവ തുടർന്ന് ഓർഗനൈസ് ചെയ്ത് മോറുല, ബ്ലാസ്റ്റോസിസ്റ്റ് ഇവ ഒക്കെ ആയി മാറുന്നതും നിങ്ങൾക്ക് കാണാം. ഈ ബ്ലാസ്റ്റോസിസ്റ്റ് യൂട്രസിൽ പ്രവേശിക്കുന്നു. തുടർന്ന് ബ്ലാസ്റ്റോസിസ്റ്റിൽ ട്രോഫോബ്ലാസ്റ്റും ഇന്നർ സെൽ മാസും ഉണ്ടാകുന്നു. ചിത്രം ജി ശ്രദ്ധിക്കുക. ലേറ്റ് ബ്ലാസ്റ്റോസിസ്റ്റാണ് ചിത്രം എച്ച്. ഇതിൻ്റെ ട്രോഫോബ്ലാസ്റ്റ് എൻഡോമെട്രിയത്തിൽ പറ്റിപ്പിടിച്ച് യൂട്രീൻ സെൽസിൻ്റെ സഹായത്താൽ കവർ ചെയ്ത് അവിടെ ഉറയ്ക്കപ്പെടുന്നു. ഇതാണ് ഇംപ്ലാന്റേഷൻ. ഇംപ്ലാന്റേഷൻ്റെ എൻലാർജ്ഡ് വ്യൂ അവിടെ കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ഇനി എംബ്രിയോജനസിസും ഇംപ്ലാന്റേഷൻ ഇവ വിശദമാക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് കാണാം, ശ്രദ്ധിക്കുക. കുട്ടികളെ ഇനി കുറച്ച് അസൈൻമെൻറ്റ്സ് തരാം. ഇത് നോട്ടിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. സംശയമുള്ളവ
നിങ്ങളുടെ ടീച്ചറുമായി ഡിസ്കസ് ചെയ്ത് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക. 1. Scientifically, is it correct to say that the sex of the baby is determined by father and not by the mother? Why? 2. Show the path of sperms and ovum during fertilization. Where does the fertilization occur? 3. All populations not lead to fertilization or pregnancy. Do you agree? Why? 4. Why humans are monospermic? Explain. 5. Briefly explain the various stages of embryogenesis. At which stage embryo transported to the uterus? 6. What are the functions of trophoblast and inner cell mass of blastocyst? 7. What is the role of acrosome in the fertilization? Which induce the second meiosis of secondary oocyte? ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക. ഇതുവരെ ക്ലാസ് ശ്രദ്ധയോടെ കേട്ടിരുന്ന എല്ലാ വിദ്യാർത്ഥിനികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി.